അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ തജ്വീദ് അനുസരിച്ച് കൊണ്ട് നമ്മൾ പാരായണം ചെയ്ത് വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു ശറഹ് അല്ലെങ്കിൽ ഇൻഷിറാഹ് എന്നും പറയും, അലം നശ്റഹ് ലക സദ്റക്, അതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളൊക്കെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മെൻറ്റേഴ്സിന് അയച്ചിട്ടുണ്ടാവും. അവർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനിയും ഡെവലപ്പ് ആവാനുള്ളത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു സൂറത്ത് പഠിക്കാം. സൂറത്തു ശറഹിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തുൽ ളുഹ. സൂറൻ്റെ പേര് സൂറത്തുൽ ളുഹ. നമുക്ക് ഇതിൻ്റെ പകുതി പഠിച്ചാൽ മതി ഇന്ന്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഓതാം, നിങ്ങൾ ഒന്ന് കേട്ട് ശ്രദ്ധിച്ച് ഖുർആനിൽ നോക്കി ഇരിക്കുക. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى. ഇത്രയും ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം. ശരി, ഒന്നാമത്തെ ആയത്ത് നോക്കൂ. വദ്ദുഹാ. വദ്ദുഹാ, ളാദ് എന്ന് പറയുന്ന അക്ഷരം ശരിക്ക് ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോൾ എവിടെ നാവ് തട്ടുന്നത്? നാവിൻ്റെ സൈഡ് ഭാഗം, ഈ ഉള്ളിലെ സൈഡ് ഭാഗമാണ് ഈ ഭാഗങ്ങളിൽ തട്ടേണ്ടത്. അപ്പോൾ അത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ റെഡി ആവുള്ളൂ. ഓക്കെ. പിന്നെ ഹ എന്ന് പറയുന്ന അക്ഷരം, ഈ അക്ഷരങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് ഓതുക. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. വല്ലൈലി ഇദാ സജാ. ഇദാ, ദാൽ അക്ഷരമൊക്കെ ശ്രദ്ധിക്കണേ. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ما ودعك ربك وما قلى. ربك را അക്ഷരം, وما قلى ഖാഫ്. ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഓതിയ ആയത്തുകളുടെയൊക്കെ അവസാനത്തിൽ കുറച്ച് മാത്രം നീട്ടിയാൽ മതി. വദ്ദുഹാ അത്രക്കൊന്നും നീട്ടണ്ട, വദ്ദുഹാ മതി. വല്ലൈലി ഇദാ സജാ മതി. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഓക്കെ, അത്ര മാത്രം നീട്ടിയാൽ മതി. അടുത്ത ആയത്ത് നോക്കൂ, നാലാമത്തെ ആയത്ത്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى. വലൽ, രണ്ട് ലാമുണ്ട് അവിടെ കേട്ടോ. വലൽ ആഖിറത്തു, ഖി അക്ഷരമൊക്കെ ശ്രദ്ധിക്കണേ. വലൽ ആഖിറത്തു ഖൈറുൻ ലക. ഖൈറുൻ എന്ന് കേൾക്കാതെ അടുത്ത ലാമിലേക്ക് ചേർത്ത് മണിക്കാതെ ഖൈറുൻ ലക അങ്ങനെ ഓതണം. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. മിനൽ ഊലാ. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. വലസൗഫ يعطيك ربك فترضى. ولسوف يعطيك
يعطيك ربك فترضى ولسوف ഐനിനൊക്കെ സുക്കൂൻ വരുമ്പോൾ നോക്കൂ, യുഅ്തീക ത അക്ഷരം, യുഅ്തീക റബ്ബുക ഫതർദാ, ഫതർദാ അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ആയത്തിൽ നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ ഫതർദാ ഇത്ര മാത്രം നീട്ടിയാൽ മതി. പക്ഷെ അവിടെ ഒരു മദ് കാണുന്നുണ്ടാവും ഇങ്ങനെ നീട്ടാനുള്ള അടയാളം. അതെന്തിനാ? നമ്മൾ അടുത്ത ആയത്തുമായിട്ട് ചേർത്ത് ഓതുകയാണ്. ഇപ്പോൾ നല്ല ശ്വാസമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർ ചേർത്ത് ഓതും. എങ്ങനെ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക, അങ്ങനെ അടുത്ത ആയത്തുമായിട്ട് കണക്ട് ചെയ്ത് ഓതുമ്പോൾ അവിടെ മദ് ഉണ്ടാവും. ആയത്തിൽ നീട്ടണം, തർദാ അങ്ങനെ നീട്ടണം. നമ്മൾ കണക്ട് ചെയ്യാതെയാണ് ഓതുന്നത്. അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ ഓതുക? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ കുറച്ച് മാത്രം നീട്ടിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തജ്വീദിൻ്റെ ഭാഗമായിട്ട് ഈ സൂറത്തിൽ പഠിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ. വദ്ദുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. إن شاء الله ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കണ്ടേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ പഠിക്കാൻ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.